ഈ നൗഷാദ് ഹസനി ഇവർ ഈ തസവുഫിൻ്റെ സത്യസന്ധമായ വേർഷനാണ്. അതായത് യഥാർത്ഥ 100% സമസ്ത എന്ന് പറയാൻ പറ്റുകയാണെങ്കിൽ പഴയ സമസ്ത എന്ന് പറയാൻ പറ്റുകയാണെങ്കിൽ നൗഷാദ് ഹസനി മാത്രമേ ഉള്ളൂ. ബാക്കിയുള്ളവരൊക്കെ മാറി. അപ്പോൾ സ്വാഭാവികമായിട്ട് അതിന് നൗഷാദ് ഹസനി പലപ്പോഴും ഇവരെ പല നേതാക്കന്മാരുടെ പേരുകൾ തന്നെയാണ് ഉദ്ധരിക്കേണ്ടത്. ഈ പേരോടിനോട് ചോദിക്കുന്ന ചോദ്യം ഇബ്നു തൈമിയയെ വെച്ച് ചോദിക്കുന്നു എങ്കിൽ പോലും ഇത് മൊത്തം കേട്ട് കഴിഞ്ഞാൽ മനസ്സിലാവും. അപ്പോൾ ഇസ്ലാമിൻ്റെ തെളിവ് എന്ന് പറഞ്ഞാൽ ഇവർ തുടങ്ങുന്നത് തന്നെ എന്താണ്? ഇസ്ലാമിലെ തെളിവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതെങ്കിലും പണ്ഡിത വചനങ്ങളല്ല. ഇവർ തുടങ്ങേണ്ട അങ്ങനെയാണ്. അതായത് ഖുർആൻ, ഹദീസ്, ഇജ്മാ, ഖിയാസ് ഇവർ പറഞ്ഞില്ല. പിന്നെ കുറച്ച് കഴിഞ്ഞിട്ടുണ്ട് ഖിയാസ് തെളിവാണ് ആർക്കെന്ന് വെച്ചാൽ മുജ്തഹിദീങ്ങളായ പണ്ഡിതന്മാർക്ക്. അതിപ്പോൾ ഇമാം ഷാഫിയെ പോലെയുള്ള അബുൽ ഹസൻ അഷ്അരിയെ പോലെയുള്ള ആളുകളും പിന്നെ അങ്ങനത്തെ ആളുകളാണ്. അപ്പോൾ എന്നിട്ട് മുപ്പര് പറഞ്ഞതെന്ന് വെച്ചാൽ ആദ്യത്തെ 3 തലമുറയുള്ള ആളുകൾ, പിന്നെ അവരെ പിന്നിൽ ഇങ്ങനെ വന്നൊരു ഈ പറഞ്ഞ ഇമാം ഹസൻ അഷ്അരിയെ പോലെയുള്ള അബുൽ ഹസനെ പോലെയുള്ള ആളുകൾ വരെയുള്ളേ ഉള്ളൂ. അതിൻ്റെ ശേഷം ഒന്നും ആരല്ല മുജ്തഹിദീങ്ങളല്ല പോലെ ഖിയാസൊന്നും എന്താക്കാൻ പറ്റില്ല, സ്വീകരിക്കാൻ പറ്റില്ല എന്നാണ് പറയുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇതുവരെ കണ്ട എല്ലാ ഉസ്താദുമാരെയും അല്ലാമ എന്ന് പറഞ്ഞുകൊണ്ട് പരിചയപ്പെടുത്തിയ ആൾക്കാരാണ് ഇവർ. ആ ഷെയ്ഖ് അങ്ങനെ പറയുന്നു, ഈ ഷെയ്ഖ് ഇങ്ങനെ പറയുന്നു. അപ്പോൾ അതിനും കൂടിയുള്ളൊരു മറുപടി അതിപ്പോൾ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ എന്താവും? വീണ്ടും ഇയാൾ വഹാബിയാണെന്നുള്ള വാദം ശക്തമാകും എന്നതുകൊണ്ട് അതിനെന്താക്കിയതാണ് ഇബ്നു തൈമിയയോട് പിടിച്ചു. കാരണം ഇബ്നു തൈമിയ ഇവരുടെ പല വാദങ്ങൾക്കും മറുപടി പറഞ്ഞതുകൊണ്ടും അത് ചിലതൊക്കെ പ്രമാണബദ്ധമാണെന്ന് എന്താവും തോന്നുന്നുമുണ്ട്. അപ്പോൾ അതുകൊണ്ട് അത് പ്രമാണമാണെന്ന് പറയാൻ പറ്റൂല. പിന്നെ മൂപ്പർക്ക് തന്നെ പറഞ്ഞ് പലതും തെറ്റിയിട്ടുണ്ടതുകൊണ്ടാണ് മൂപ്പർ തൗബ ചെയ്ത് എന്ന് വരുത്തി തീർക്കാൻ വേണ്ടി ദുർൽ കാമിനായിട്ട് എന്താക്കിയത് ഇറങ്ങിയത് എന്നുകൂടി ഇതിൻ്റെ ഭാഗമായി ചേർത്തി പറയാൻ ആഗ്രഹിക്കുകയാണ്.